നോമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് മസ്അലകൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. നോമ്പ് നഷ്ടപ്പെടുത്തിയ ഒരാൾ, അയാൾ മനഃപൂർവ്വം നോമ്പ് നഷ്ടപ്പെടുത്തി, എന്നാൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ട് നോമ്പ് ബാത്തിലായി പോയ ഒരാൾ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? വീഡിയോയിൽ കേൾക്കാം. ഹൈല് നിഫാസ് ഉള്ള സ്ത്രീകൾക്ക് പൊതുവെ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ലല്ലോ, ഹറാമാണല്ലോ. പല സഹോദരിമാരും ചോദിക്കുന്ന ചോദ്യമാണ്, പക്ഷേ ഈ നോമ്പ് എന്താണ് ചെയ്യേണ്ടത്? ഖളാ വീട്ടണോ? അതല്ല, ഇനി നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ? നിസ്കാരം ഹറാമായതുപോലെ തന്നെ നോമ്പും ഹറാമ് തന്നെയാണോ? ഇനി അതല്ല, ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, സാർ മെൻസസ് നിർത്തിവെക്കുക. ചില ആളുകൾ മരുന്ന് കഴിച്ചിട്ട് മെൻസസ് സ്റ്റോപ്പ് ചെയ്തിട്ട് നോമ്പ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ റമദാനിൽ മുഴുവനായിട്ട് നോമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മെഡിസിൻ കഴിക്കാറുണ്ട്. അത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഈ നോമ്പിന് വല്ല പ്രശ്നമുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് കേൾക്കാം. അതുപോലെ തന്നെ പല ആളുകളും ചോദിക്കുന്ന, പല ഉമ്മമാരും സഹോദരിമാരുടെയും വലിയൊരു സംശയമാണ്, ഞാൻ പ്രസവിച്ച് കുറഞ്ഞ മാസമായിട്ടുള്ളൂ, അപ്പോൾ എൻ്റെ കുഞ്ഞിന് പാലൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭിണിയായ സഹോദരിമാർ, അവർ ചിന്തിക്കുന്ന, വയറ്റിൽ കുട്ടിയുള്ളത് കൊണ്ട് ഇപ്പോൾ നോമ്പ് അനുഷ്ഠിച്ചാൽ പ്രശ്നമാകും, അതുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ ഈ സമയത്ത് നോമ്പ് നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ മുദ്ദു കൊടുക്കണോ അതല്ല ഖളാ വീട്ടണോ? അതിൻ്റെ മസ്അല ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അറിയാത്തതിൻ്റെ പേരിൽ ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. പഠിക്കാൻ ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായൊന്ന് കേൾക്കാം. അതുപോലെ രോഗികളായി കിടക്കുന്ന ആളുകൾ, ശാശ്വതമായ രോഗത്തിൽ ഇനി ഒരിക്കലും ശിഫ ആകൂല എന്ന് ഡോക്ടർമാർ പറഞ്ഞ രോഗത്തിൽ കഴിയുന്ന ആളുകൾ, അവർക്കുള്ള നോമ്പിൻ്റെ മസ്അല എങ്ങനെയാണ്? അവരെങ്ങനെയാണ് മുദ്ദു കൊടുക്കണോ അതല്ല നോമ്പിനെ അനുഷ്ഠിക്കണോ? ഇതൊക്കെ മറ്റാരെങ്കിലും അവർക്ക് വേണ്ടി അനുഷ്ഠിച്ചാൽ മതി? ഇതൊക്കെ ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് പറയാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾക്ക് അല്ലാഹു മാപ്പ് ചെയ്യട്ടെ. നോമ്പിൻ്റെ മസ്അലകൾ നമ്മൾ പഠിക്കണം. കാരണം നോമ്പ് തുടക്കത്തിൽ തന്നെ അതൊക്കെ മനസ്സിലാക്കി വെച്ചാലാണ് ഈ ഒരു മാസം മുഴുവൻ നമുക്ക് എന്ത് ചെയ്യുക, നോമ്പ് പൂർണ്ണമായിട്ട് കൃത്യമായ രൂപത്തിൽ അനുഷ്ഠിക്കാൻ കഴിയുള്ളൂ. നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസ്അലകൾ നമ്മുടെ ചാനൽ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ കഴിയും. പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സംശയമാണ്. നോമ്പ് സമയത്ത്, നോമ്പിൻ്റെ മാസത്തിൽ ഹൈലുണ്ടായി, ആർത്തവ രക്തം വന്നു, മെൻസസ്സായി, എന്നാൽ അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ ഇല്ലയോ? അനുഷ്ഠിക്കേണ്ടതുണ്ടോ? ഖളാ വീട്ടേണ്ടതുണ്ടോ? ഇതൊക്കെ ചോദ്യമുണ്ട്. പല ആളുകൾക്കും അറിയുന്ന മസ്അലയാണ്. എന്നിരുന്നാലും ശരി, അറിയാത്ത ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ സംശയങ്ങൾക്കുള്ള ചെറിയൊരു മറുപടി ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ കേൾക്കാം. മെൻസസ് ഉള്ള സമയത്ത് നമ്മൾ നിസ്കാരം ഹറാമായതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കലും ഹറാമാണ്. നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. എന്നാൽ ഈ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. നോമ്പ് ഖളാ വീട്ടണം. നിസ്കാരം ഖളാ വീട്ടൽ ഹറാമാണ്, അതുപോലെ നോമ്പ് ഖളാ വീട്ടൽ ഹറാമല്ല, നോമ്പ് ഖളാ വീട്ടണം. നോമ്പ് പിന്നീട് എപ്പോഴെങ്കിലും ഉള്ള സുന്നത്ത് നോമ്പുകളുടെ ദിവസങ്ങളിലോ അല്ലെങ്കിൽ മറ്റു പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പറ്റുന്നത് പോലെ ഖളാ വീട്ടുക. ആ നോമ്പ് ഖളാ വീട്ടാതെ അടുത്ത വർഷം കഴിഞ്ഞു പോയി കഴിഞ്ഞാലാണ് പിന്നെ മുദ്ദൊക്കെ കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, ഉസ്താദേ, നോമ്പ് പൂർണ്ണമായി കിട്ടാൻ വേണ്ടിയിട്ട് റമളാൻ മാസം മെൻസസ് നിൽക്കാനുള്ള മെഡിസിൻ കഴിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പറ്റായികയൊന്നുമില്ല, മസ്അല പ്രകാരം പറ്റായിക ഒന്നുമില്ല. പക്ഷേ ഈ മെൻസസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻ കഴിക്കൽ കൊണ്ട് ശരീരത്തിന് വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് ഒഴിവാക്കലാണ് വേണ്ടത്. കാരണം മെൻസസ് ഉണ്ടാകുക, ആർത്തവം പുറപ്പെടുക എന്നുള്ളത് റബ്ബ് നൽകുന്നതാണ്. നമ്മുടെ ശരീരത്തിന് അള്ളാഹു നൽകിയ ഒരു പ്രക്രിയയാണ്. അത് ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും മാസമുറ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അത് തടഞ്ഞു വെച്ചിട്ടൊരു ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യുക, അള്ളാഹു റബ്ബ് അല്ലെങ്കിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, അത്തരത്തിൽ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ട് ശരീരത്തിന് വല്ല പ്രശ്നമോ പ്രോബ്ലമോ ഉണ്ടാക്കുന്ന രൂപത്തിൽ ചെയ്യേണ്ടതില്ല. അത് എന്ത് ചെയ്യുക, മുറ പോലെ നടന്നോട്ടെ. ആ സമയത്ത് നമ്മൾ അനുഷ്ഠിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന നോമ്പ് മറ്റ് സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഖളാ വീട്ടിയാൽ മതിയാവുന്നതാണ് കേട്ടോ. രോഗം കൊണ്ട് അല്ലെങ്കിൽ യാത്ര സംബന്ധമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ എന്ത് ചെയ്തു, നോമ്പ് നഷ്ടപ്പെട്ടു പോയി. ഇനി ഒരാൾക്ക് എന്ത് ചെയ്തു, യാത്രയിൽ വലിയൊരു ദൂര യാത്ര പുറപ്പെട്ടതിൻ്റെ പേരിൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ രോഗം ബാധിച്ച് നോമ്പ് നഷ്ടപ്പെട്ടു പോയി. അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, നോമ്പ് പിന്നീട് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അയാൾ ഖളാ വീട്ടണം. അത് മനഃപൂർവ്വമല്ലല്ലോ, ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ അങ്ങനെ നോമ്പ് ഒഴിവായതാണ്. അവർ ഖളാ വീട്ടേണ്ടതുണ്ട്. പിന്നെ പലവരും ചോദിക്കുന്ന ചോദ്യമാണ് ഗർഭിണികളായ ആളുകൾ, ഗർഭിണികളായ ഉമ്മമാർ, അതുപോലെ തന്നെ സഹോദരിമാർ, അതുപോലെ മുലയൂട്ടുന്ന ഉമ്മമാർ, കുട്ടിക്ക് പാല് കൊടുക്കുന്ന ഉമ്മമാർ, അവർ ഖളാ വീട്ടണോ മുദ്ദു കൊടുക്കണോ എന്നിങ്ങനെ പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. രണ്ട് രൂപത്തിലുണ്ട്. അതായത് വയറ്റിലുള്ള കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ കുട്ടിയുടെ ജീവന് ഭയന്നുകൊണ്ടാണ്
ഒരു ഉമ്മ എന്ത് ചെയ്തത്, ഒരു ഗർഭിണിയായ സഹോദരി നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ അവർ ഖളാ വീട്ടണം. അതോടൊപ്പം തന്നെ ഖളാ വീട്ടലോടുകൂടി തന്നെ എന്ത് ചെയ്യണം, ഈ നഷ്ടപ്പെട്ടു പോയ നോമ്പിന് പകരമായിട്ട് അവർ ഫിദിയ കൊടുക്കുകയും വേണം. മനസ്സിലായോ? അതിന് മുദ്ദ് എന്ത് ചെയ്യുക, ഒരു മുദ്ദ് അതിന് പകരമായിട്ട് കൊടുക്കുകയും വേണം. ഓരോ നോമ്പിന് പകരമായിട്ടും ഓരോ മുദ്ദ് കൊടുക്കാം, കുഞ്ഞിനെ ഭയപ്പെട്ടെങ്കിൽ മാത്രം. ഇനിയോ ഈ ഉമ്മാക്ക് ഭയമുണ്ടെന്ത്, എനിക്കും ഞാൻ ഗർഭിണിയാണ്, നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യത്തിനും പ്രശ്നമാണ്, അതുപോലെ വയറ്റിൽ കിടന്ന കുട്ടിക്കും പ്രശ്നമാണ്, രണ്ടും കൂടെ കരുതി. എന്നാൽ എന്തില്ല, നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി, ആ മുദ്ദ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി സ്വന്തം ശരീരം മാത്രം ഭയന്നാലും എന്തില്ല, മുദ്ദ് കൊടുക്കേണ്ടതില്ല, നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി. ഇനി ഇതുപോലെ തന്നെയാണ് പാലൂട്ടുന്ന ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം. കുട്ടിക്ക് പാല് കുറഞ്ഞു പോകും, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു പോകും എന്ന് കരുതിയിട്ടാണ് നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ ഓരോ നോമ്പിനും ഓരോ മുദ്ദും കൊടുക്കണം, അതുപോലെ തന്നെ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യണം. ഇനി ആ കൂട്ടത്തിൽ താൻ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ഈ പാല് കൊടുക്കുമ്പോൾ തനിക്കും പ്രയാസം ഉണ്ടാകും എന്ന് കരുതിയിട്ട് തൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നം കൂടെ പരിഗണിച്ചിട്ടാണ് നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ എന്ത് ചെയ്താൽ മതി, നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി. ആ രണ്ട് മസലയും ഒന്ന് മനസ്സിലാക്കുക. പലരും ചോദിക്കുന്നൊരു സംശയമാണ്. ഇനി അതുപോലെ തന്നെ മനഃപൂർവ്വം ഇനി എന്ത് ചെയ്തു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് റമദാൻ മാസത്തിൻ്റെ പകലിലെ നോമ്പ് ഒരാൾ ബാത്തിലാക്കി കളഞ്ഞു. എന്നാൽ അവരെന്ത് ചെയ്യണം, അവർ കഫാറത്ത് കൊടുക്കണം. അവർ കഫാറത്ത് പ്രായശ്ചിത്തം ചെയ്യണം. അത് കേവലം നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം പോരാ, അതിൻ്റെ റമദാനിൻ്റെ കഫാറത്ത്, ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള നോമ്പും ബാത്തിലാക്കിയതിൻ്റെ കഫാറത്ത് പറയുന്നത് ഒന്നിരിക്കൽ ഒരു അടിമയെ മോചിപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് അതെന്തായാലും നടക്കൂല. ഇനി രണ്ടാമതായി പറയുന്നത് തുടർച്ചയായി 2 മാസം നോമ്പ് അനുഷ്ഠിക്കണം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രവൃത്തിയിലേക്ക് ബന്ധപ്പെടുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇതൊന്ന് പരിഹരിച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 2 മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കണം. തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ആ നോമ്പ് നിർത്തേണ്ടത് എപ്പോഴാണ്? അടുത്ത 60ാമത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. 60 ദിവസം കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യണം, നോമ്പ് അനുഷ്ഠിക്കണം. അതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പോൾ 59 ദിവസം അല്ലെങ്കിൽ 58 ദിവസം ഒരാൾ എന്ത് ചെയ്തു, നോമ്പനുഷ്ഠിച്ചു. 59ാമത്തെ ദിവസം നോമ്പനുഷ്ഠിക്കാൻ പറ്റിയില്ല. എന്നാൽ അടുത്ത 2 ദിവസം കൂടെ നോമ്പനുഷ്ഠിച്ച് അത് പൂർത്തിയാക്കാൻ പറ്റൂല. പിറ്റേന്ന് മുതൽ വീണ്ടും എന്ത് ചെയ്യണം, കണ്ടിന്യൂ ആയിട്ട് 60 ദിവസം 2 മാസം തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിക്കണം. അതാണ് പറഞ്ഞതിൻ്റെ പൊരുൾ. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യുക, അത് കണക്കാക്കുക. എന്ത് ചെയ്യുക, ലൈംഗിക ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ റമദാനിൻ്റെ പകൽ ബന്ധപ്പെടുന്നത് ഒഴിവാക്കാം. ആ ഭാഗത്തേക്ക് ചിന്തിക്കാതിരിക്കാം. ഇനി അതിന് പറ്റിയില്ലെങ്കിലോ 60 ദരിദ്രരായ മിസ്കീന്മാരായ ആളുകൾക്ക് ഭക്ഷണം നൽകുക. 60 മിസ്കീന്മാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് അതിൽ നിന്നും എന്ത് ചെയ്യുക, കഫാറത്ത് മോചനം നേടാം. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രൂപത്തിൽ അതിൽ നിന്ന് മോചനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം അതിങ്ങനെ നമ്മൾ നോമ്പ് ഖളാ വീട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതിങ്ങനെ ആ ബാധ്യത ഇങ്ങനെ കിടക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പിലൊക്കെ അള്ളാഹു വലിയ കൂലി നൽകുമാറാകട്ടെ. ഇനി രോഗിയായി തുടരുന്ന ആളുകൾ, സ്ഥിരമായി ശാശ്വതമായ രോഗത്തിൽ കഴിയുന്ന ആളുകൾ ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് അരി എന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിൽ കൃത്യമായി എന്ത് ചെയ്യുക, നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് ഇപ്പോൾ അരിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അരി എന്ത് ചെയ്യുക, ഓരോ മുദ്ദ് മിസ്കിന്മാരായ ആളുകൾക്ക് മുദ്ദായി കൊടുക്കാം. ഒരു ഫിദിയായിട്ട് എന്ത് ചെയ്യുക, അതിന് പകരമായിട്ട് കൊടുക്കാം. അത് ആർക്കാണ് കൊടുക്കേണ്ടത്? സ്ഥിരമായി രോഗത്തിൽ കഴിയുന്ന ആളുകൾ, ഇനി ഒരിക്കലും ആ രോഗത്തിൽ നിന്നും മുക്തി നേടൂല എന്ന് ഉറപ്പുള്ള രോഗത്തിൽ കഴിയുന്ന ആളുകൾ, അല്ലെ ഇനി ഭാവിയിൽ ശമനം വരാൻ സാധ്യതയുണ്ട് എങ്കിൽ എന്ത് ചെയ്യേണ്ട, ഇപ്പോൾ മുദ്ദ് കൊടുക്കേണ്ടതില്ല, പിന്നീട് ഖളാ വീട്ടിയാൽ മതി. വർഷം കടക്കുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, മുദ്ദ് കൊടുത്താൽ മതിയാകും. ഓരോ വർഷം കഴിയുന്ന അനുസരിച്ചിട്ട് ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം കണക്കാക്കിയാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാകും.